ഹലോ. അപ്പം നമുക്കിന്ന് രാവിലത്തെ പരിപാടി എളുപ്പമാക്കാനുള്ളൊരു ഐഡിയ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. രാവിലെ തന്നെ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്നതിന് നമുക്ക് ചിലപ്പം തലേദിവസം നമ്മൾ മാവ് കുതിർത്ത് വെച്ചിട്ടില്ല, അരി കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ടെൻഷനായിരിക്കും രാവിലെ എന്താ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി. ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് തേങ്ങ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇടുക, ഒരു സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിൽ പ്രധാനമേ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിടുക. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത്ര എടുക്കണോ അതിനുള്ള ക്വാണ്ടിറ്റി ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് ജസ്റ്റ് നല്ല ഫൈനായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരിക. നല്ല സ്മൂത്തായിട്ട് ഈ രീതിയിലൊന്ന് കറക്കി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡിയായി. പിന്നെ ഈ കൺസിസ്റ്റൻസി ഇത്ര കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അതിനത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ലൂസ് കൺസിസ്റ്റൻസി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ആ ഒരു രീതിയിൽ അപ്പത്തിൻ്റെ മാവ് ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് നമ്മളതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ അടച്ചൊരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതേ തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് സംഭവം പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു സ്പൂൺ വെച്ച് ഒരു തവി വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടാവും അത് കാണുമ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. മാവ് തന്നെ അത്യാവശ്യത്തിന് നമുക്ക് കലക്കി എടുക്കാവുന്ന രൂപത്തിലേക്ക് നമ്മളൊന്ന് കലക്കി ഒന്ന് എടുത്തതിന് ശേഷം നമുക്കത് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പം റെഡി. ഇത്രേ ഉള്ള കാര്യം, വളരെ ഈസിയാണ്. ഇനി അത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അപ്പം റെഡി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കറികളോ തേങ്ങ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയാൽ രാവിലത്തെ കാര്യം കുശാൽ. അപ്പോൾ എങ്ങനെ എല്ലാം ട്രൈ ആക്കി നോക്കുകയല്ലേ. ഇങ്ങനത്തെ പാത്രത്തിലായതുകൊണ്ട് സൈഡ് അങ്ങനെ മുരിഞ്ഞൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.